ഇന്ന് നമ്മൾ ഈ ഒരു ചൂടുള്ള സമയത്തൊക്കെ കുടിക്കാൻ പറ്റിയിട്ടുള്ള 4 വെറൈറ്റി ഡ്രിങ്ക്സിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇത് വെറും ഒരു ഡ്രിങ്ക്സ് അല്ല, ദാഹവും അതിൻ്റെ കൂടെ തന്നെ വിശപ്പും മാറ്റാനും കൂടി പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ഡ്രിങ്ക്സ് ആണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡ്രിങ്കാണ്. അപ്പോൾ ഈ ഒരു ചൂടുള്ള സമയത്തൊക്കെ പ്രത്യേകിച്ച് നോമ്പ് കാലത്തൊക്കെ കുടിക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഡ്രിങ്കാണ് കേട്ടോ ഇത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഈ ഒരു ഡ്രിങ്ക് എങ്ങനെയാണ് തയ്യാറാക്കുക എന്നുള്ളതൊന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാനിതാ ഇവിടെ ഒരു 1.5 കപ്പ് വെള്ളം തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഒരു പിടി റാഗി സേമിയ ഇട്ട് കൊടുക്കുക. ഒരുപാട് വേണ്ട കേട്ടോ, നമുക്ക് വെള്ളത്തിലേക്കുള്ളതല്ലേ. അപ്പോൾ അത് കുറച്ച് മതി. റാഗി സേമിയ ആകുമ്പോൾ കൂടുതലായിട്ട് കൊഴുപ്പും ഉണ്ടാവില്ല കേട്ടോ, നമ്മുടെ മറ്റേ സേമിയേൻ്റെ പോലെ. അതുപോലെ തന്നെ ഹെൽത്തി ആയിട്ടുള്ളതും കൂടിയാണ്. ഈ സേമിയ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. ഇടയ്ക്ക് ഒന്ന് സോഫ്റ്റ് ആയിട്ട് വരുന്നത് വരെ വേവിച്ചെടുത്താൽ മതി. ഒരുപാട് ടൈമൊന്നും വേണ്ട, ഒരു 3-4 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതി. അപ്പോഴേക്കും സേമിയ നല്ല സോഫ്റ്റ് ആയിട്ട് വരും. ഇതാ ഇത്രയും മതി കേട്ടോ. ഇപ്പോൾ സേമിയ ഇതാ നമുക്ക് തൊട്ട് നോക്കിയാൽ അറിയാൻ പറ്റും ഇത് സോഫ്റ്റ് ആയിട്ടുണ്ടോ എന്നുള്ളത്. അപ്പോൾ അതായത് ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതാ കണ്ടല്ലോ, മറ്റേ സേമിയത്തിൻ്റെ പോലെയല്ല, നമുക്ക് വെള്ളമൊന്നും അങ്ങനെ കൊഴുപ്പായി വന്നിട്ടോ ഒന്നുമില്ല. ഇനി നമുക്കത് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഊറ്റി വെക്കാം. ഈ വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞിട്ട് ഡ്രെയിൻ ചെയ്യാം. എന്നിട്ട് ഇതാ മറ്റൊരു പാൻ ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ കൂവപ്പൊടി ചേർത്ത് കൊടുക്കാം. കൂവപ്പൊടി നമുക്ക് ഈ ഒരു ചൂടുള്ള സമയത്തൊക്കെ ഏറ്റവും നല്ലതാണ്. കൂവപ്പൊടിയുടെ വെള്ളം എന്ന് പറയുന്നത് നമുക്ക് ചിലപ്പം കൂവപ്പൊടിയുടെ വെള്ളമൊക്കെ അങ്ങനെ കുടിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്കൊക്കെ ഈ ഒരു രീതിയിൽ കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ കുട്ടികൾ വരെ കുടിക്കും കേട്ടോ. കുട്ടികൾക്കൊക്കെ ചിലപ്പം കൂവപ്പൊടിയുടെ വെള്ളമൊക്കെ കുടിക്കാൻ കുറച്ച് മടിയുണ്ടാവും. അപ്പം ഇങ്ങനെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുട്ടികളും കുടിക്കും. അപ്പം ഞാൻ 2 ടേബിൾ സ്പൂൺ കൂവപ്പൊടിയിലേക്ക് ഒരു 1.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ കൂവപ്പൊടി തിളപ്പിക്കാൻ വെച്ച് കഴിഞ്ഞാൽ ഇതാ തിളക്കുന്നത് വരെ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ ഇത് കൊഴുപ്പായി വന്ന് അടിയിൽ പിടിക്കും. അപ്പോൾ അതാ തിളച്ച് കഴിഞ്ഞപ്പോഴേക്കും ഇതാ കൂവപ്പൊടിക്കൊന്ന് കുറച്ചൊന്ന് തിക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ചൂടാറാൻ വേണ്ടി മാറ്റി വെക്കാം. ഇനി ഞാനിതാ ഇവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ ചൂടാറിയിട്ടുള്ള കൂവപ്പൊടിയുടെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇത് ചൂടാറി വന്നപ്പോൾ അതാ കുറച്ചും കൂടെ ഒന്ന് തിക്കായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 1/2 കപ്പ് പഞ്ചസാരയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് മധുരം വേണമെങ്കിൽ പിന്നീട് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ മൊത്തം ഒരു പാക്കറ്റ് പാലാണ് എടുത്തിട്ടുള്ളത്. 500 മില്ലിയുടെ ഒരു പാക്കറ്റ് പാല്. അതിൽ നിന്ന് കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ, ഇതൊന്ന് അടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ജാർ അടിച്ച് വെച്ചിട്ട് ഇതൊന്ന് നന്നായിട്ട് അടിച്ചെടുത്തിട്ട് വരാം. അടിച്ചെടുത്തതിന് ശേഷം നമ്മൾ ആ ഒരു ബാക്കിയുള്ള പാലിലേക്ക് തന്നെയാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. മൊത്തം ഇതിലേക്ക് ഒരു പാക്കറ്റ് പാലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതാ നമ്മൾ അടിച്ചെടുത്തതും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് കുറച്ച് കണ്ടൻസ്ഡ് മിൽക്കും കൂടെ ചേർത്ത് കൊടുക്കാം. അത് ഓപ്ഷണലാണ് കേട്ടോ, വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ഇനിയിപ്പോൾ കണ്ടൻസ്ഡ് മിൽക്ക് ഇല്ല എന്ന് വിചാരിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല. കണ്ടൻസ്ഡ് മിൽക്ക് ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. അല്ലെങ്കിൽ പാൽപ്പൊടി ഉണ്ടെങ്കിൽ അത് കുറച്ച് ഒന്ന് ചൂടുള്ള വെള്ളത്തിൽ കുറച്ച് കലക്കിയിട്ട് അത് ഒഴിച്ചു കൊടുത്താലും ടേസ്റ്റ് കൂടും കേട്ടോ. ഈ നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഉറുമാമ്പഴം എടുത്തിട്ടുണ്ട്, പിന്നെ പൂവമ്പഴം ഉണ്ട്, പിന്നെ മാങ്ങ ഉണ്ട്, ആപ്പിൾ ഉണ്ട്. ഇത്രയും ഇതാ ചെറുതായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാ ഇപ്പോൾ പൂവമ്പഴമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. പൂവമ്പഴം അല്ലെങ്കിൽ റോബസ്റ്റ് പഴം ആയാലും മതി. അതുപോലെ തന്നെ ഉറുമാമ്പഴം ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ കയ്യിലുള്ള ഫ്രൂട്ട്സൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ, അതും ഇഷ്ടമുള്ള അളവിൽ. ഇനിയിപ്പോൾ ഇത്ര തന്നെ വേണമെന്നില്ല, ഒരുപാട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കാം. പിന്നെ മാങ്ങയൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ മാങ്ങ അത്യാവശ്യം മധുരമുള്ള മാങ്ങ ചേർത്ത് കൊടുക്കാൻ നോക്കുക കേട്ടോ. പുളിയുള്ള മാങ്ങയാണെങ്കിൽ ചേർത്ത് കൊടുക്കാതിരിക്കുന്നതാവും നല്ലത്. കാരണം ഈ ഒരു വെള്ളത്തിൻ്റെ കൂടെ പുളി കൂടെ ഉണ്ടാകുമ്പോൾ അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല. അതുപോലെ തന്നെ മുന്തിരിയും ചേർത്ത് കൊടുക്കാതിരിക്കുന്നതാണ് കേട്ടോ നല്ലത്. മുന്തിരി പുളിയുള്ള മുന്തിരിയൊക്കെ ഉണ്ടെങ്കിൽ നല്ല മധുരമുള്ളതാണെങ്കിൽ കുഴപ്പമില്ല. അപ്പോൾ അത് എത്രത്തോളമാണോ ഫ്രൂട്ട്സ് നമുക്ക് വേണ്ടത് അത്രയും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് ഊറ്റി വെച്ചിട്ടുള്ള സേമിയ അതിലേക്ക് ചേർത്ത് കൊടുക്കാം, റാഗി സേമിയ. അപ്പോൾ കളറൊന്നും ചേർക്കാത്തത് കൊണ്ട് തന്നെ നമുക്ക് ആ ഒരു വെള്ളത്തിൽ ഈ ഒരു റാഗി സേമിയ ആയതുകൊണ്ട് ആ ഒരു കളറും കൂടെ കിട്ടും കേട്ടോ. ഈ ഒരു വെള്ളത്തിൽ ഈ ഒരു ചെറിയൊരു ബ്രൗൺ കളറാണല്ലോ നമ്മുടെ റാഗി സേമിയൊക്കെ ഉള്ളത്. അപ്പോൾ അതും കൂടി എല്ലാ കളറിൻ്റെ കൂടെയും ഫ്രൂട്ട്സിൻ്റെ കളറിൻ്റെ ഒക്കെ കൂടെ ആകുമ്പോൾ ഒരു പ്രത്യേക ഭംഗി തന്നെയാണ്. ഇനി നമുക്ക് ലാസ്റ്റായിട്ട് ഇതിലേക്ക് നമ്മൾ സാധാരണ വെള്ളത്തിലൊക്കെ ചേർക്കുന്ന ആ ഒരു കസ്കസ് തീർത്തതുണ്ടല്ലോ അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്.
അപ്പോൾ അത് ഇത്രയേ ഉള്ളൂ, നമ്മുടെ അടിപൊളി ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് കുടിച്ചാൽ പിന്നെ വിശപ്പും മാറും ദാഹവും മാറും കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഒരു ശരീരം തണുപ്പിക്കാനും കൂടെ പറ്റിയിട്ടുള്ള കോപ്പൊടിയും കൂടെ കൂടിയിട്ടുള്ള ഒരു ഡ്രിങ്ക് ആയതുകൊണ്ട് ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡ്രിങ്കാണ് കേട്ടോ ഇത്. അടുത്തതായിട്ട് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് വളരെ കുറഞ്ഞ ചേരുവകൾ വെച്ചിട്ടുള്ള നല്ലൊരു ഡ്രിങ്കിൻ്റെ റെസിപ്പി തന്നെയാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുക എന്നുള്ളതൊന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാനിതാ ഇവിടെ ഒരു 1.5 കപ്പ് വെള്ളം തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/4 കപ്പ് സാബൂനരി ചേർത്ത് കൊടുക്കാം. സാബൂനരി ചൗവരി എന്നൊക്കെ പറയുന്നത് ഒന്ന് തന്നെയാണ് കേട്ടോ. അപ്പോൾ അത് 1/4 കപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് നന്നായിട്ട് വേവിച്ചെടുക്കണം. സാബൂനരി നല്ല സോഫ്റ്റ് ആവുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഈ ഒരു സമയത്ത് തന്നെ നമ്മളിതിലേക്ക് സ്ട്രോബെറിയുടെ മിൽക്ക് മിക്സും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എത്രയാണോ കളർ വേണ്ടത് അതിനാവശ്യത്തിനുള്ളത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം ഇതിലേക്കൊരു 2 ഡ്രോപ്പ് എസൻസ് ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്ത് നോക്കിയപ്പോൾ കുറച്ച് കളർ കുറവായിട്ട് തോന്നിയിട്ട് അപ്പോൾ ഞാനിതിലേക്കൊരു 2 ഡ്രോപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ. ഇപ്പോൾ ചവരി ഇതാ ഇവിടെ വെന്ത് നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെയുള്ള ചവരി വേണം കേട്ടോ എടുക്കാൻ. ചില ചവരി നമ്മൾ വെള്ളത്തിലിടുമ്പോഴത്തേന് കലങ്ങി പോകും. അതൊരു നല്ല വൈറ്റ് കളറിലുള്ള ചവരിയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വെള്ളത്തിലിടുമ്പോഴത്തേന് കലങ്ങി പോകും കേട്ടോ. അപ്പോൾ അതുപോലെയുള്ള ചവരി എടുക്കരുത്. നമ്മൾ വെന്ത് കഴിഞ്ഞാൽ ഇതാ ഇതുപോലെ മുത്ത് പോലെ തന്നെ നിൽക്കുന്ന ഉടഞ്ഞു പോവാത്ത ചവരി വേണം കേട്ടോ എടുക്കാൻ. ഇനി നമുക്ക് ഇതിലുള്ള വെള്ളമൊക്കെ ഒന്ന് കളയാം. ഇതുപോലെ ഒന്ന് അരിപ്പയിൽ ഊറ്റി വെച്ചതിന് ശേഷം ഒന്ന് ചൂടാറിക്കോട്ടെ. എന്നിട്ട് നമുക്ക് ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ട് ഒന്ന് തണുപ്പിച്ചെടുക്കാം. ഇനി ഞാനിവിടെ പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്കൊരു 2 ടേബിൾ സ്പൂണ് കൂവപ്പൊടി ചേർത്ത് കൊടുക്കാം. കൂവപ്പൊടി എന്ന് പറഞ്ഞാൽ ആരോ റൂട്ട് പൗഡറാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ചൂടുകാലത്തൊക്കെ ഒരുപാട് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡ്രിങ്കാണ് കൂവപ്പൊടിയുടെ ഡ്രിങ്ക്. അപ്പോൾ ഇതിലേക്ക് നമുക്കിനി ഒരു 1.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. 1.5 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം കട്ടയൊക്കെ ഒന്ന് പോയതിന് ശേഷം നമുക്കതൊന്ന് തിളപ്പിച്ചെടുക്കണം. പിന്നെ കൂവപ്പൊടി അടുപ്പത്ത് വെച്ചാൽ പിന്നെ കൈയെടുക്കാതെ തന്നെ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. കാരണം ഇത് പെട്ടെന്ന് തന്നെ കുറുകി വരും. അപ്പോൾ അടിയിൽ പിടിക്കും. ഇപ്പോൾ ഇതാ തിളച്ച് വന്നപ്പോഴേക്കും കൂവപ്പൊടി ഒന്ന് തിക്കായി വന്നിട്ടുണ്ട്. തിളച്ച് കഴിഞ്ഞാൽ തന്നെ മതി കേട്ടോ. ഇത്രയും മതി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഇതൊന്ന് ചൂടാറാൻ വേണ്ടി മാറ്റി വെക്കാം. ഇത് നന്നായിട്ട് ചൂടാറിയതിന് ശേഷം ഞാനിതാ മിക്സിയുടെ ഒരു ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കൂവപ്പൊടി ഒഴിച്ചു കൊടുക്കാം. ഇതാ കുറച്ച് തിക്കായി വന്നിട്ടുണ്ട് കേട്ടോ. ഒന്ന് ചൂടാറി കഴിഞ്ഞപ്പോഴേക്കും ഇത്രയും തിക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 1/2 കപ്പ് പഞ്ചസാരയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അത് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് നല്ല തണുത്ത പാലും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഇത് ഒന്ന് അടിച്ചെടുക്കാം. അപ്പോൾ മൊത്തത്തിൽ ഞാനിതിലേക്ക് 500 മില്ലി പാലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു പാലിലേക്ക് ബാക്കിയുള്ള പാലിലേക്ക് ഞാൻ അടിച്ചെടുത്തിട്ടുള്ള നമ്മുടെ കോപ്പൊടിയുടെ മിക്സും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമ്മൾ തണുപ്പിച്ചെടുത്തിട്ടുള്ള സാബൂനരി ഉണ്ടല്ലോ ചൗവരി, അത് ഇതുപോലെ കുറച്ചൊന്ന് തണുപ്പിച്ചെടുക്കുമ്പോൾ ഇത് പശ ഉണ്ടായത് കാരണം കുറച്ചൊന്നും ഇങ്ങനെ കട്ടയായിട്ട് വരും. അപ്പോൾ ആ ഒരു കട്ടയൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് ആദ്യം ഇതിൽ നിന്ന് കുറച്ച് വെള്ളം എടുത്തിട്ട് ഇതുപോലെ ഒന്ന് കട്ടയൊക്കെ ഒന്ന് ഉടച്ച് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി കുതിർത്ത് വെച്ചിട്ടുള്ള കസ്കസും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ഡ്രിങ്ക്. ഇതിൽ നമ്മൾ കൂവപ്പൊടി ചേർത്ത് കൊടുത്തത് കാരണം ശരീരത്തിനൊക്കെ നല്ല തണുപ്പുണ്ടാവും. അപ്പോൾ കൂവപ്പൊടി വെച്ചിട്ട് നമുക്ക് ഇതുപോലെ വ്യത്യസ്ത രീതിയിലുള്ള ഡ്രിങ്ക്സൊക്കെ പരീക്ഷിച്ച് നോക്കാം കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ശരീരം തണുപ്പിക്കാനും അതുപോലെ തന്നെ അതിൽ ഇനിയിപ്പോൾ ഫ്രൂട്ട്സൊക്കെ ചേർത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചേർക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വിശപ്പൊക്കെ മാറ്റാൻ പറ്റിയിട്ടുള്ളൊരു ഡ്രിങ്ക് തന്നെയാണ്. അപ്പോൾ ഞാൻ നേരത്തെ ഉണ്ടാക്കിയ ഡ്രിങ്കിൽ ഫ്രൂട്ട്സ് ചേർത്ത് കൊടുത്തത് കാരണമാണ് കേട്ടോ അപ്പോൾ ഇതിൽ ചേർത്ത് കൊടുക്കാത്തത്. അപ്പോൾ അത് ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ചവരിയും ആരോ റൂട്ട് പൗഡറും ഒക്കെ വെച്ചിട്ടുള്ള ഒരു അടിപൊളി ഡ്രിങ്ക് അവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ മുകളിൽ ഞാനിതാ ഒന്ന് കാണാനൊരു ഭംഗിക്കൊക്കെ വേണ്ടിയിട്ട് പിസ്താഷ്യോ ഒന്ന് ചോപ്പ് ചെയ്തിട്ട് അതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരേ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വ്യത്യസ്ത രുചിയിലും വ്യത്യസ്ത ഫ്ലേവറിലൊക്കെ ഉള്ള ഡ്രിങ്ക്സ് ഒക്കെ റെഡിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ അടുത്തത് നമ്മൾ റെഡിയാക്കാൻ പോകുന്നത് അതുപോലെയുള്ള ഒരു ഡ്രിങ്ക് തന്നെയാണ്. അപ്പോൾ അതാ ഞാനിവിടെ വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. 2 കപ്പ് വെള്ളമാണ് ഈ സോസ് പാനിൽ വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്കൊരു 2 പിടി റാഗി സേമിയ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വേവിച്ചെടുക്കണം. നമ്മൾ സാധാരണ സേമിയത്തിൻ്റെ അത്ര കൊഴുപ്പുണ്ടാവില്ല കേട്ടോ ഈ ഒരു റാഗി സേമിയക്ക്. അപ്പോൾ കുറച്ച് കൂടുതൽ എടുത്താലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാനിവിടെ 2 പിടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. 1/2 ലിറ്റർ പാൽ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഡ്രിങ്ക് തയ്യാറാക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് ഈ ഒരു 2 പിടി സേമിയ തന്നെ മതി. കൂടുതലൊക്കെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ എടുക്കാം.
അപ്പോൾ അതായത് ഇതൊന്ന് തിളച്ച് കഴിഞ്ഞാൽ തന്നെ ഒരു 3-4 മിനിറ്റ് ഒന്ന് തിളച്ച് വന്നാൽ തന്നെ ഈ സേമിയ ഒന്ന് സോഫ്റ്റ് ആയിട്ട് വരും. ഒരുപാട് വെന്ത് പോകുന്നു വേണ്ട കേട്ടോ. അപ്പോൾ ആ സേമിയ ഇപ്പോഴും നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇപ്പോൾ അതാ കണ്ടല്ലോ, ഈ ഒരു സേമിയൊക്കെ ഒന്ന് വെന്ത് നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇത്രയും മതി കേട്ടോ. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഇതൊന്ന് ഡ്രെയിൻ ചെയ്യാം. അതായത് നമ്മുടെ സേമിയ ഞാനിവിടെ വെള്ളമൊക്കെ കളഞ്ഞത് ഊറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചൂടാറിയിട്ട് വരട്ടെ കേട്ടോ. അപ്പോൾ പെട്ടെന്ന് ചൂടാറണമെന്നുണ്ടെങ്കിൽ ഫാനിൻ്റെ താഴേക്കൊന്ന് കൊണ്ടുപോയി വെക്കാം. എന്നിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളും കൂടെ റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാനിതാ ഇവിടെ ഒരു 4 ചെറുപഴമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. 1/2 ലിറ്റർ പാലിലേക്ക് ഒരു 4 ചെറുപഴം മതി. കുറച്ച് കൂടുതൽ വലിയ പഴമാണെന്നുണ്ടെങ്കിൽ 3 എണ്ണമൊക്കെ മതി കേട്ടോ. ഇതിപ്പോൾ നമ്മുടെ വീട്ടിലുണ്ടായിട്ടുള്ള നാടൻ പഴമായതുകൊണ്ട് വളരെ ചെറുതാണ്. അപ്പോൾ അത് 4 പഴം ഞാൻ മിക്സിയുടെ ജാറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്, മുറിച്ചിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് നമുക്ക് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം. അതിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ നല്ല തണുപ്പിച്ചിട്ടുള്ള പാലും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊന്ന് ആദ്യം നന്നായിട്ട് അടിച്ചെടുക്കാം. അപ്പോൾ 1/2 ലിറ്റർ പാലിൽ കുറച്ച് ഞാനിപ്പോൾ ഇവിടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ, ഇത് അടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തതിന് ശേഷം നമുക്കിത് ബാക്കിയുള്ള ആ ഒരു പാലിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്കിതിലേക്ക് നന്നായിട്ട് ചൂടാറിയിട്ടുള്ള നമ്മൾ വേവിച്ചെടുത്തിട്ടുള്ള റാഗി സേമിയ ഉണ്ടല്ലോ, അതും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ ഒരു സേമിയയ്ക്ക് അധികം പശ ഇല്ലാത്തത് കൊണ്ട് തന്നെ തമ്മിൽ ഇങ്ങനെ ഒട്ടിപ്പിടിക്കൊന്നുമില്ല കേട്ടോ. നമ്മൾ സാധാരണ സേമിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു പശ ഉണ്ടായത് കാരണം തമ്മിൽ ഇങ്ങനെ ഒട്ടിപ്പിടിക്കും, നമ്മളിങ്ങനെ ഊറ്റി വെച്ചാലും. ഇതിന് അങ്ങനത്തെ പ്രശ്നമൊന്നും വരുന്നില്ല കേട്ടോ. അതുപോലെ തന്നെ വെള്ളമാണെന്നുണ്ടെങ്കിലും വെള്ളത്തിലിട്ടാലും അങ്ങനെ ഒരുപാട് കൊഴുപ്പായിട്ടൊന്നും വെള്ളം ഉണ്ടാവില്ല. ആ ഒരു പാകത്തിൽ തന്നെ ആയി വന്നിട്ടുണ്ടാവും. മധുരമൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് ഈ ഒരു സമയത്ത് മധുരം വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ നമ്മൾ സാധാരണ എല്ലാ വെള്ളത്തിലും ഞാൻ ചേർക്കുന്നത് തന്നെയാണ് കേട്ടോ, എല്ലാവരും ചേർക്കുന്നത് തന്നെയാണ് നമ്മുടെ ബ്ലാക്ക് കസ്കസ് കുതിർത്തത്, അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ഒരുപാട് വേണ്ട കേട്ടോ, അത് ഇത്രയും തന്നെ ഉള്ളൂ. അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മളിതിലേക്ക് പിസ്തയും ഏലക്കയും കൂടെ കൂടിയിട്ടുള്ള ഒരു മിൽക്ക് മിക്സ് ആണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. വെറും പിസ്തയുടെ ഫ്ലേവർ ആകുമ്പോൾ എനിക്ക് അത്രയ്ക്ക് വലിയ ഇഷ്ടമല്ല കേട്ടോ, കാരണം ഒരു പിസ്തയുടെ ഭയങ്കരമായിട്ടുള്ളൊരു ഫ്ലേവർ വരും. അപ്പോൾ ഞാനിവിടെ പിസ്തയും ഏലക്കയും കൂടെ ചേർന്നിട്ടുള്ള ഈ ഒരു മിൽക്ക് മിക്സ് ആണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നമുക്കിത് ആവശ്യത്തിന് ഒഴിച്ചു കൊടുത്തിട്ട് മിക്സ് ചെയ്ത് നോക്കാം കേട്ടോ. ഇതിൻ്റെ കളറും അതുപോലെ തന്നെ ടേസ്റ്റും ഒക്കെ നോക്കിയിട്ട് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതാ ഇത്രയേ ഉള്ളൂ കേട്ടോ, നമ്മുടെ ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റിലുള്ള ഒരു ഡ്രിങ്ക് ആണ് കേട്ടോ. അതുപോലെ തന്നെ റാഗി സേമിയൊക്കെ ആയതുകൊണ്ട് തന്നെ നല്ല ഹെൽത്തിയും കൂടിയാണ്. അപ്പോൾ നമ്മുടെ 3ാമത്തെ ഡ്രിങ്കും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് ഡ്രിങ്ക് ഒരു പുതിയ ഫ്ലേവറിലുള്ള ഒരു ഡ്രിങ്കാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഈ വെള്ളം ഒന്ന് തിളച്ച് വരട്ടെ. ഇപ്പോൾ വെള്ളം ഇവിടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് സേമിയ ഇട്ട് കൊടുക്കാം. 1 പിടി സേമിയ എടുത്തിട്ടുള്ളൂ കേട്ടോ. അതുപോലെ മുറിച്ചെടുത്തിട്ടുള്ള സേമിയ 1 പിടി, ഒരുപാട് വേണ്ട, ഇത്രയും തന്നെ മതി. ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് വേവിച്ചെടുക്കണം. ഈ ഒരു പരുവത്തിൽ വേവിച്ചെടുക്കുക കേട്ടോ. ഇപ്പോൾ ഇത് നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്, വെള്ളമൊക്കെ പാകമായി വന്നിട്ടുണ്ട്. ഇത്രയും മതി. ഇനി നമുക്കിത് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ഇനി ഇതാ ഇതുപോലൊരു 2 ചെറുപഴം എടുത്തിട്ടുണ്ട്. മൈസൂർ പഴമോ പൂവൻ പഴമോ ഏത് പഴമായാലും കുഴപ്പമില്ല കേട്ടോ. നേന്ത്രപ്പഴം വേണ്ട, നേന്ത്രപ്പഴത്തിൻ്റെ ടേസ്റ്റ് ഈ ഒരു ഡ്രിങ്കിന് അത്രക്ക് ചേരില്ല. ഈ ഒരു പഴത്തിൻ്റെ ടേസ്റ്റാണ് കേട്ടോ ഇതിന് ചേര, ചെറുപഴത്തിൻ്റെ. അപ്പോൾ ഞാനിതാ 2 ചെറുപഴം എടുത്തിട്ടുണ്ട്. അതൊന്ന് ഇതാ ഇതുപോലെ ചെറുതായിട്ട് മുറിച്ചിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ നമുക്കിതിലേക്ക് പാകത്തിന് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം. പഞ്ചസാര നമ്മൾ ഡ്രിങ്കിലേക്ക് മൊത്തത്തിനുള്ള പഞ്ചസാരനെ ഇതിലിട്ടിട്ട് അടിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ എത്രത്തോളമാണോ ഉണ്ടാക്കുന്നത് അതിനനുസരിച്ചിട്ടുള്ള പഞ്ചസാര എടുക്കുക. ഞാനിപ്പോൾ ഇവിടെ ഒരു 1/2 കപ്പ് പഞ്ചസാര ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇതൊന്ന് അരഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് പാലും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരുപാട് പാല് ഒഴിച്ചു കൊടുക്കേണ്ട, ഇത് അരച്ചെടുക്കാൻ വേണ്ട പാല് മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് ജാറടച്ച് വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ പഴം നന്നായിട്ട് തന്നെ ഞാനിതാ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഈ ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള മൊത്തം 1 പാക്കറ്റ് പാലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. 525 മില്ലിയുടെ 1 പാക്കറ്റ് പാല്, നല്ല തണുത്ത പാലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ആ ബാക്കിയുള്ള പാല് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് പാലിൽ നമ്മൾ പഴം അടിച്ചെടുത്തു, ബാക്കിയുള്ള പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ പഴം അടിച്ചെടുത്തിട്ടുള്ള ആ ഒരു ജാറിലേക്ക് കുറച്ച് പാലും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നും കൂടെ ബ്ലെൻഡ് ചെയ്തെടുത്തിട്ട് ഇതാ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ പഴത്തിൻ്റെ ഇതൊക്കെ മിക്സിയിലുള്ളതും കൂടെ ഇതിലേക്ക് വന്നോളും.
ഇനി നമുക്ക് ആദ്യം വേവിച്ചെടുത്തിട്ടുള്ള സേമിയ ഉണ്ടല്ലോ അത് ഇട്ട് കൊടുക്കാം. സേമിയ ഇപ്പോൾ നന്നായിട്ട് തന്നെ ചൂടാറി വന്നിട്ടുണ്ട് കേട്ടോ. ചൂടാറിയതിന് ശേഷമുള്ളൂ ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. അപ്പോൾ അതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് മുഴുവനായിട്ട് തന്നെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ആപ്പിൾ ഇതാ ഇതുപോലെ നമ്മൾ ആ ഒരു സേമിയത്തിൻ്റെ വലിപ്പത്തിൽ തന്നെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ സാധാരണ വെള്ളത്തിലേക്കൊക്കെ ഇട്ട് കൊടുക്കുന്ന ഒരു കറുത്ത കസ്കസ് ഉണ്ടല്ലോ അത് ഒന്ന് കുതിർത്ത് വെച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് നട്ട്സും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാനിവിടെ ബദാമും പിസ്താഷ്യുമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്ട്സൊക്കെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ നിങ്ങൾക്കൊരു വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യാം. പിന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ. ഇനി നമുക്കിതിലേക്ക് ഒരു സാധനം കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ വെള്ളത്തിന് നല്ലൊരു ഫ്ലേവർ കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ റോസ് മിൽക്ക് മിക്സ് ആണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അത് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ആദ്യം ഓരോ ഡ്രോപ്പോ 2 ഡ്രോപ്പൊക്കെ ആയിട്ട് ഇതുപോലെ ഉറ്റിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് ടേസ്റ്റ് ചെയ്ത് നോക്കുക. എന്നിട്ട് ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ചിട്ടുള്ള മിൽക്ക് മിക്സ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നല്ലൊരു കളറും കിട്ടും. അതുപോലെ തന്നെ ഈ ഒരു റോസിൻ്റെ നല്ലൊരു ഫ്ലേവറും കിട്ടും കേട്ടോ. ഈ ഒരു വെള്ളത്തിന് നല്ലൊരു ഫ്ലേവറും നല്ലൊരു മണമൊക്കെയാണ് കേട്ടോ ഈ ഒരു വെള്ളത്തിന്. ഈ ഒരു റോസ് മിൽക്ക് മിക്സ് ഒഴിച്ചു കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ഫ്ലേവർ തന്നെയാണ്. അപ്പോൾ ഇതാ ഇത്രയുള്ളൂ. നമ്മുടെ 4ാമത്തെ ഡ്രിങ്കും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഒരേ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് തന്നെ വ്യത്യസ്ത രുചിയിലും അതുപോലെ വ്യത്യസ്ത ഫ്ലേവറിലൊക്കെ ഉള്ള ഡ്രിങ്ക്സൊക്കെ പരീക്ഷിച്ച് നോക്കാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു റെസിപ്പികളൊക്കെ ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. പിന്നെ മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്